പിന്നെ വേറൊരു ന്യൂസാണ് US മിസൈലുമായി യുക്രൈൻ വീണ്ടും. അസോവ് കടലിലെ റഷ്യൻ സൈനിക കേന്ദ്രം ലക്ഷ്യമിട്ട് US നിർമ്മിത സൂപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ അറ്റാക്കംസ് വീണ്ടും യുക്രൈൻ പ്രയോഗിച്ചെന്ന് റഷ്യ പറഞ്ഞു. ഓക്കെ, അപ്പം അസോവ് കടലിലെ റഷ്യൻ സൈനിക കേന്ദ്രം ലക്ഷ്യമിട്ടുകൊണ്ട് US നിർമ്മിത സൂപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈല് വീണ്ടും യുക്രൈൻ പ്രയോഗിച്ചെന്നാണ് റഷ്യ പറയുന്നത്. അപ്പോൾ 6 മിസൈലുകളും വെടിവെച്ച് വീഴ്ത്തിയെന്നും അറിയിച്ചു. മധ്യദൂര ഹൈപ്പർസോണിക് മിസൈൽ ഒറേഷ്നിക് കൊണ്ട് യുക്രൈനിന് തിരിച്ചടി നൽകുമെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ US ബ്രിട്ടീഷ് ദീർഘദൂര മിസൈലുകൾ യുക്രൈൻ സൈന്യം നവംബർ 19 റഷ്യക്ക് റഷ്യയ്ക്ക് നേരെ പ്രയോഗിച്ചത്. ഇതിന് തിരിച്ചടിയായി നവംബർ 21 ഒറേഷ്നിക് മിസൈൽ ഉപയോഗിച്ച് റഷ്യ തിരിച്ചടിച്ചിരുന്നു. അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അതെ ഇതാണ്. പക്ഷെ എന്താ US-നും യൂറോപ്പിലും പോകരുത് റഷ്യയുടെ മുന്നറിയിപ്പ്. US കാനഡ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് പൗരന്മാർക്ക് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകി. US-ഉമായുള്ള ബന്ധം വഷളായതിനാൽ റഷ്യൻ പൗരന്മാർ ഈ രാജ്യങ്ങളിൽ വേട്ടയാടപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ റഷ്യയുടെ മുന്നറിയിപ്പാണ് US-ലും യൂറോപ്പിലും പോകരുതെന്നുള്ളത്. അപ്പം US കാനഡ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് യാത്ര ഒഴിവാക്കണമെന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. റഷ്യ US-ലും യൂറോപ്പിലൊക്കെ പോയിട്ടേ കാര്യമുള്ളൂ. പക്ഷേ US-ലും യൂറോപ്പിലും പോകരുതാണ് റഷ്യ പറയുന്നത്. US-ആയിട്ടുള്ള ബന്ധം അവർക്ക് വഷളായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അവരെ ആക്രമിക്കാനുള്ള ചാൻസ്, അവര് വേട്ടയാടപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോകരുതെന്നാണ് റഷ്യ മുന്നറിയിപ്പ് നൽകുന്നത്.